വീണ്ടും നമ്മുടെ മാവേലിക്കരയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവര് ദൂരത്തുകാരൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ബന്ധുക്കളായവരല്ല. അറിയാവുന്ന ഇങ്ങനെ യൂട്യൂബിൽ കണ്ട് അറിഞ്ഞതാ. പിന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ അജിയണ്ണനോട് ചോദിച്ചു, ഈ ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ അജിയണ്ണ പറഞ്ഞത് നമ്മുടെ പെണ്ണാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ വന്നത്. അപ്പോഴാണ് ഞാനിവിടെ പാറക്കടയിൽ വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ എടുത്തോണ്ട് വെച്ചിരിക്കുന്നത്. ആണ്ട് ഇതിന്റെ അടുക്കലടി ഒത്തിരി ചെടിയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഈ പെണ്ണാ നമ്മളോട് ഞാനും കണ്ടോണ്ടിരിക്കും. ഇപ്പൊ പോവാൻ വന്നത് നമ്മൾ ഈ വീട്ടിലാണ്. ആളിനെ പോയി നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഈ വന്ന കൂട്ടത്തിലേ ഇവരെ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ ചെടി അറിയാവുന്നത് അമ്മയ്ക്കാണോ. അമ്മ ഇവിടെ എല്ലാം നടന്ന് ഓരോ ചെടികളുടെ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ ഇത് വെയിൽ കൊള്ളരുത്, മഴ കൊള്ളരുത്, വെള്ളം സൈഡിൽ വീഴരുത്, പിന്നെ ഈ ഡെൻഡ്രോബിയത്തിന് നല്ല വെയിൽ വേണം, നന്നായിട്ട് പൂക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം മനസ്സിലാക്കി കൊടുക്കും അമ്മ. അമ്മ ഇങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ കണ്ടിട്ട് എല്ലാ ചെടികളുടെ പരിചരണവും മനസ്സിലാക്കി വെച്ചിരിക്കുമോ. അതാണ് നമ്മുടെ ജോലി. അതാണ് നമ്മുടെ ജോലി. അപ്പം കുറെ ചെടികളൊക്കെ എനിക്ക് ഒരുപാട് ജോലിയുള്ള ആളാണ്. നമ്മളെവിടെ ഞാൻ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്, ഹോട്ടൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പൊ ഉരുക്ക് വരുന്നതാണ് നമ്മുടെ കൂടെ വയ്ക്കുന്നത്. 2 കാലിന് സ്റ്റീലാണതേ ഉള്ളു. ആണോ? ആട്ടെ, എന്നാലും അങ്ങനെ ചെയ്തിട്ടും കാല് വയ്യാന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഹോട്ടലിൽ നടത്തുകയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ല. നല്ല എല്ലായിടും പോയി. ഞാൻ ഇപ്പൊ 3 പോയി മേടിച്ചോണ്ട് വന്നു, വാഗമണ്ണിന്ന്. ചെടി വാങ്ങിച്ചോണ്ട് വന്നോ? അപ്പൊ ഹോട്ടലിൽ നടത്തുന്ന ഇവിടെ ചെടി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം നോക്കുന്നുണ്ട്. എവിടായിട്ട് നമ്മുടെ ഹോട്ടൽ വരുന്നത്? പാറക്കടവില്. പാറക്കടവ് ജംഗ്ഷൻ. അല്ല, ഏത് സ്ഥലം? സൂര്യനാട് വടക്ക്. ഹോട്ടലിന്റെ പേര് അശ്വതി ഹോട്ടൽ. മൂടെ പേരാന്ന് വെച്ചത് അല്ല, അനിയത്തിന് എനിക്ക് ഇഷ്ടമല്ല. അശ്വതി ഹോട്ടലുണ്ട്, പിന്നെ കാറ്ററിംഗ് ഉണ്ട്, പിന്നെ നമ്മളെ ഈ റിസോർട്ടിന് വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ പലഹാരങ്ങള് എല്ലാ വകയും, പിന്നെ ചിപ്സ് അതുപോലുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതുവഴിയൊക്കെ പോകുന്നവരും നമ്മുടെ അമ്മയുടെ ഹോട്ടലിൽ പോയി ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, കാലില് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സ്റ്റീൽ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും ഇത്രയും അധ്വാനിച്ചൊക്കെ ജീവിക്കുന്നവരെയല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. എല്ലാവരുടെയും സഹായവും സ്നേഹവും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം. അപ്പോൾ അതാ ഒരുപാട് ചെടികൾ വീണ്ടും നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതൊക്കെയാണ് ഓരോ കളേഴ്സ്. അപ്പോൾ ഒരുപാട് പേര് പീച്ച് കളറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടോ, നിറയെ പീച്ച് കളറിലെ ഒരുപാട് ചെടികൾ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്ലാന്റ്സും നമുക്ക് സോൾഡ് ഔട്ടായി പോകും. അപ്പോൾ എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്, പ്ലാന്റ്സ് വരിക പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയുന്നത് പ്ലാന്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ ഞാൻ ചില സമയത്ത് അതാണ് പറയുന്നത്. ഇപ്പം 2 ദിവസം കൂടുമ്പോൾ നമുക്ക് ചെടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ